നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. ഏത്തവാഴ കർഷകർക്ക് തിരിച്ചടിയായി വാഴകൾക്ക് പിണ്ടിപ്പുഴു ശല്യം. ഓണവിപണിയിൽ ലക്ഷ്യമിട്ട് കൃഷി ചെയ്ത വാഴകൾ നശിക്കുന്നു. കർഷകർ കനത്ത നഷ്ടത്തിലേക്ക്. സുരേഷ് ഗോപിയുടെ മന്ത്രിസ്ഥാനത്തിന് NSS മധ്യസ്ഥത വഹിച്ചിട്ടില്ലെന്ന് G. സുകുമാരൻ നായർ. മന്ത്രിസ്ഥാനം NSSന് അംഗീകാരമെന്ന് അഭിപ്രായമില്ല. ഗീവർഗീസ് മാർ കൂർലോസിനെതിരായ മുഖ്യമന്ത്രിയുടെ പരാമർശത്തിലും പ്രതികരണവുമായി NSS ജനറൽ സെക്രട്ടറി. കാഞ്ഞിരപ്പള്ളിയിൽ ചിറ്റാർപ്പുഴയ്ക്ക് കുറുകെയുള്ള പാലത്തിന്റെ തൂണുകളിൽ നിറയെ കാടുകൾ. ചെറിയ ആൽമരവും കാടുകളും പൂർണ്ണമായി നീക്കം ചെയ്യാൻ നടപടിയില്ല. വാർത്തകൾ വിശദമായി. ഏത്തവാഴകളിൽ പിണ്ടിപ്പുഴു ശല്യം രൂക്ഷമായി. മൂക്കാത്ത വാഴയുടെ പിണ്ടി ദ്രവിച്ചു പോകുന്ന അവസ്ഥയാണിത്. പാമ്പാടി, കുറ്റിക്കൽ പ്രദേശങ്ങളിലെ വാഴകളിലാണ് പിണ്ടിപ്പുഴുവിന്റെ ശല്യം ഏറെ കാണുന്നത്. കനത്ത മഴയും വേനലും സൃഷ്ടിച്ച ആഘാതത്തിൽ നിന്നും വാഴക്കർഷകർ കരകയറും മുൻപേ ഇടുത്തിയായി ഏത്തവാഴകൾക്ക് പിണ്ടിപ്പുഴുവിന്റെ ശല്യം. മൂക്കാത്ത വാഴകളുടെ പിണ്ടി ദ്രവിച്ചു പോകുന്ന അവസ്ഥയാണിത്. പാമ്പാടി പഞ്ചായത്തിലെ കുറ്റിക്കൽ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നൂറുകണക്കിന് വാഴകൾക്ക് പിണ്ടിപ്പുഴു ശല്യം ഉണ്ട്. ഓണവിപണി ലക്ഷ്യം വെച്ചാണ് കർഷകർ ഏത്തവാഴ കൃഷി ചെയ്തത്. കനത്ത വേനലും തുടർന്നു വന്ന മഴയും വരുത്തിയ കൃഷിനാശത്തിന്റെ ഇരട്ടി നഷ്ടമാണ് പിണ്ടിപ്പുഴുക്കൾ മൂലം ഇപ്പോൾ കർഷകർ അനുഭവിക്കുന്നത്. വിളവിന് പാകമാകുന്ന വാഴക്കുലകളുടെ പടലകളുടെ എണ്ണവും കുറവാണ്. പിണ്ടിപ്പുഴുക്കളുടെ ശല്യം രൂക്ഷമായതോടെ മുടക്കിയ വില പോലും കിട്ടുമോ എന്ന ആശങ്കയിലാണ് കർഷകർ. വലിയ തുക മുടക്കിയാണ് വിത്ത് വാങ്ങുന്നതെന്നും പിണ്ടിപ്പുഴു ശല്യം കനത്ത നഷ്ടമാണ് വരുത്തുന്നതെന്നും കർഷകർ പറയുന്നു. ആരംഭഘട്ടത്തിൽ പുഴുശല്യം കർഷകർ അറിയാതെ പോകുന്നതും ഗുണനിലവാരമുള്ള വിത്തുകളുടെ അഭാവവും പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. കർഷകരുടെ ദുരിതം മനസ്സിലാക്കി അധികൃതർ നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം ഉയരുന്നത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. 2 കേന്ദ്രമന്ത്രിമാരെ കേരളത്തിന് ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്ന് NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ. ഗീവർഗീസ് മാർ കൂർലോസ് മെത്രാപ്പൊലീത്തയ്ക്ക് എതിരായ മുഖ്യമന്ത്രിയുടെ പരാമർശത്തിലും G. സുകുമാരൻ നായർ പ്രതികരിച്ചു. 2 കേന്ദ്രമന്ത്രിമാരെ കേരളത്തിന് ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്ന് NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ. സുരേഷ് ഗോപിയുടെ മന്ത്രിസ്ഥാനം NSSന് അംഗീകാരമാണെന്ന് പറയുന്നില്ല. സുരേഷ് ഗോപിയുടെ മന്ത്രിസ്ഥാനത്തിനായി NSS മധ്യസ്ഥത വഹിച്ചിട്ടില്ലെന്നും G. സുകുമാരൻ നായർ വ്യക്തമാക്കി. സുരേഷ് ഗോപിക്ക് കിട്ടിയ മന്ത്രിസ്ഥാനം NSSന് ഒരു അംഗീകാരമായിട്ട് കരുതുന്നു. സുരേഷ് ഗോപിക്ക് ലഭിച്ച മന്ത്രിസ്ഥാനം NSSന് ലഭിച്ച അംഗീകാരമായി കരുതുന്നു. അല്ല, ഞാൻ അങ്ങനൊന്നും പറയത്തില്ല. മന്ത്രിസ്ഥാനം 2 നമ്മുടെ സംസ്ഥാനത്തിന് കിട്ടിയത്, കേരളത്തിന് കിട്ടിയത് സന്തോഷമുണ്ട്. അത് അവരെ അഭിനന്ദിക്കാനും എനിക്ക് താല്പര്യമുണ്ട്. ആദ്യം താഴെ കൂടെ അല്ലേ ഇതായിരുന്നു. കേന്ദ്രത്തിലും കേരളത്തിലും ശക്തമായ പ്രതിപക്ഷം ഇല്ലാതെ പോയതിന്റെ ഗതികേട് ജനങ്ങൾ അനുഭവിക്കുന്നുണ്ട്. കേന്ദ്രവും സംസ്ഥാനവും പ്രതിപക്ഷത്തെ കൂടി കണക്കിലെടുത്ത് ജനങ്ങൾക്ക് നല്ലത് ചെയ്യാൻ തയ്യാറാകണം. ഗീവർഗീസ് മാർ കൂർലോസ് മുഖ്യമന്ത്രിയുടെ അടുത്ത ആളായിരുന്നു. ആവശ്യമില്ലാതെ കാലുപിടിക്കാൻ പോയതുകൊണ്ടാണ് ഇതൊക്കെ കേൾക്കേണ്ടി വന്നതെന്നും G. സുകുമാരൻ നായർ NSS ആസ്ഥാനത്ത് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. BJP നേതാവ് B. രാധാകൃഷ്ണ മേനോൻ NSSന്റെ സന്ദേശവുമായി ഡൽഹിയിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ സന്ദർശിച്ചു. സുരേഷ് ഗോപി മന്ത്രിയായതിൽ അഭിമാനവും ആഹ്ലാദവുമുണ്ടെന്ന് ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ ചങ്ങനാശ്ശേരിയിൽ പറഞ്ഞു. ഇതൊരു വലിയ തുടക്കമാണെന്നും സുകുമാരൻ നായർ പറഞ്ഞു. കാഞ്ഞിരപ്പള്ളിയിൽ ചിറ്റാർപ്പുഴയ്ക്ക് കുറുകെയുള്ള പാലത്തിന്റെ തൂണുകളിൽ കാടുകൾ വളരുന്നു. ഇടയ്ക്ക് ഇവ വെട്ടിയൊതുക്കുമെങ്കിലും പൂർണ്ണമായി നശിപ്പിക്കുന്നതിന് നടപടിയുണ്ടായിട്ടില്ല. കാഞ്ഞിരപ്പള്ളി പേട്ടക്കവലയിൽ ചിറ്റാർപ്പുഴയ്ക്ക് കുറുകെയുള്ള പാലത്തിന്റെ തൂണുകളിൽ മരങ്ങളും കാടുകളും വളർന്നു നിൽക്കുന്നത് അപകട ഭീഷണിയാകുന്നു. കരിങ്കല്ലിൽ നിർമ്മിച്ചിരിക്കുന്ന പാലത്തിന്റെ തൂണുകളുടെ ഇരുവശങ്ങളിലും ആലുൾപ്പെടെയുള്ള മരങ്ങളും കാടുകളുമാണ് വളർന്നിരിക്കുന്നത്. കാട് ഇടയ്ക്ക് വെട്ടിയൊതുക്കാറുണ്ടെങ്കിലും പൂർണ്ണമായി നശിപ്പിക്കുന്നതിന് നടപടിയായിട്ടില്ല. മരങ്ങളുടെ വേരുകൾ തൂണിലേക്ക് ആഴ്ന്നിറങ്ങുന്നുമുണ്ട്. ഭാവിയിൽ പാലത്തിന്റെ തൂണുകൾക്ക് കേടുപാട് സംഭവിക്കാവുന്ന തരത്തിലാണ് കാടുകൾ വളരുന്നത്. വേരുകൾ വലിയ രീതിയിൽ വളർന്നിറങ്ങുന്നത് തൂണുകൾക്ക് ബലക്ഷയം സംഭവിക്കുന്നതിനും കാരണമാകാറുണ്ട്. ദിവസവും ആയിരക്കണക്കിന് വാഹനങ്ങളാണ് കാഞ്ഞിരപ്പള്ളി ടൗണിലെ ഈ പാലത്തിലൂടെ കടന്നുപോകുന്നത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി. മക്കളെക്കുറിച്ച് മാതാപിതാക്കൾ ജാഗ്രതയുള്ളവരാകണമെന്ന് പാലാ രൂപതാധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട്. പാലാ രൂപത ഫാമിലി അപ്പോസ്തലേറ്റിന്റെ നേതൃത്വത്തിൽ നടത്തിയ കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം.
ബാലനായ ഉണ്ണിയേശുവിനെ പരിശുദ്ധ അമ്മ പരിശീലിപ്പിച്ചതുപോലെ മക്കളെ പരിശീലിപ്പിക്കാൻ മാതാപിതാക്കന്മാർ ശ്രദ്ധിക്കണമെന്ന് അഭിവന്ദ്യ മാർ ജോസഫ് കല്ലറങ്ങാട്ട്. പാലാ രൂപത ഫാമിലി അപ്പോസ്തലേറ്റിന്റെ പ്രധാനപ്പെട്ട 3 കർമ്മ മേഖലകളായ മാതൃവേദി, പിതൃവേദി, പ്രോ ലൈഫ് സമിതികളുടെ നേതൃത്വത്തിൽ നടത്തപ്പെട്ട കുടുംബ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കരുണാപരമാണ് ഈ രൂപതയിലെ ഏറ്റവും ഫലഭൂയിഷ്ഠമായ മണ്ണ്. പലായുടെ നല്ല ഫെർട്ടൈലായിട്ടുള്ള ഈ ദേശത്ത്, ഈ ഇടവകയിൽ ഇത്ര വലിയൊരു സമ്മേളനം, അതും നമ്മളുടെ കുടുംബങ്ങളിലെ മാതാപിതാക്കൾ പിതൃവേദിക്കാരായിട്ടും മാതൃവേദിക്കാരായിട്ടും പ്രോ ലൈഫിൻ്റെ വലിയ വക്താക്കളായിട്ടുമെല്ലാം ഒന്നിക്കുന്നു എന്ന് കാണുന്നതിൽ നമുക്കെല്ലാവർക്കും വലിയ സന്തോഷമുണ്ട്. പാലാ രൂപത മാതൃവേദി പ്രസിഡന്റ് സിജി ലൂക്സൺ അധ്യക്ഷത വഹിച്ചു. വിവിധ ഇടവകകളിൽ നിന്നുമായി 2500ഓളം മാതാപിതാക്കൾ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലാ. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ഈരാറ്റുപേട്ട സ്വദേശിയെ കാപ്പ നിയമപ്രകാരം കോട്ടയം ജില്ലയിൽ നിന്നും നാടുകടത്തി. ഈരാറ്റുപേട്ട നടയ്ക്കൽ EMS ജംഗ്ഷൻ ഭാഗം വഞ്ചാങ്കൽ വീട്ടിൽ ആസിഫ് യൂസഫ് എന്നയാളെയാണ് 9 മാസത്തേക്ക് നാടുകടത്തിയത്. ജില്ലാ പോലീസ് മേധാവി K. കാർത്തിക്കിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ഇയാൾ കഴിഞ്ഞ കുറെ നാളുകളായി പാലാ, ഈരാറ്റുപേട്ട സ്റ്റേഷനുകളിൽ അടിപിടി, കവർച്ച, മോഷണം തുടങ്ങിയ ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. ജൂനിയർ, സബ് ജൂനിയർ ജില്ലാ നീന്തൽ ചാമ്പ്യൻഷിപ്പ് പാലാ തോപ്പൻസ് അക്കാദമിയിൽ നടന്നു. തോപ്പൻസ് അക്കാദമിക്കാണ് ഓവറോൾ ചാമ്പ്യൻഷിപ്പ്. ജില്ലാ ടീമിനെ തിരഞ്ഞെടുക്കുന്നതിനുള്ള ജൂനിയർ, സബ് ജൂനിയർ കോട്ടയം ജില്ലാ നീന്തൽ ചാമ്പ്യൻഷിപ്പ് പാലാ തോപ്പൻസ് അക്കാദമിയിൽ നടന്നു. തോപ്പൻസ് അക്കാദമി ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയ മത്സരത്തിൽ പാലാ സെന്റ് തോമസ് കോളേജ് അക്വാട്ടിക് സെന്റർ 2ാം സ്ഥാനവും പാലാ മുനിസിപ്പൽ അക്വാട്ടിക് സെന്റർ 3ാം സ്ഥാനവും നേടി. കുറവിലങ്ങാട് അക്വാട്ടിക് ക്ലബിനാണ് 4ാം സ്ഥാനം. 7 ടീമുകൾ മത്സരത്തിൽ മാറ്റുരച്ചു. പാലാ നഗരസഭാ അംഗവും ജില്ലാ അക്വാട്ടിക് അസോസിയേഷൻ പ്രസിഡന്റുമായ ബിനു പുളിക്കക്കണ്ടം മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്തു. തെരഞ്ഞെടുക്കപ്പെടുന്ന താരങ്ങൾ സംസ്ഥാന അക്വാട്ടിക് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കും. ജൂൺ 14 മുതൽ തിരുവനന്തപുരത്താണ് സംസ്ഥാനതല മത്സരങ്ങൾ നടക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പാലാ. അറിയിപ്പ്: പാറത്തോട് പഞ്ചായത്തിലെ 19 വാർഡുകളിലെ 1/1/2024 യോഗ്യതാ തീയതിയായുള്ള കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള അപേക്ഷകളും ആക്ഷേപങ്ങളും ഓൺലൈനായി ഈ മാസം 21 വരെ നൽകാമെന്ന് സെക്രട്ടറി അറിയിച്ചു. പൊൻകുന്നം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ VHSS വിഭാഗത്തിലേക്ക് ക്ലർക്കിനെ ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമിക്കുന്നു. PSC നിർദ്ദേശിച്ചിട്ടുള്ള യോഗ്യതയുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകളുമായി ഈ മാസം 11 രാവിലെ 10:30 അഭിമുഖത്തിന് എത്തണം. കമ്പ്യൂട്ടർ പരിജ്ഞാനവും പ്രവൃത്തി പരിചയവുമുള്ളവർക്ക് മുൻഗണന. ഫോൺ 9446943015. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഏത്തവാഴ കർഷകർക്ക് തിരിച്ചടിയായി വാഴകൾക്ക് പിണ്ടിപ്പുഴു ശല്യം. ഓണവിപണിയിൽ ലക്ഷ്യമിട്ട് കൃഷി ചെയ്ത വാഴകൾ നശിക്കുന്നു. കർഷകർ കനത്ത നഷ്ടത്തിലേക്ക്. സുരേഷ് ഗോപിയുടെ മന്ത്രിസ്ഥാനത്തിന് NSS മധ്യസ്ഥത വഹിച്ചിട്ടില്ലെന്ന് G. സുകുമാരൻ നായർ. മന്ത്രിസ്ഥാനം NSSന് അംഗീകാരമെന്ന് അഭിപ്രായമില്ല. ഗീവർഗീസ് മാർ കൂർലോസിനെതിരായ മുഖ്യമന്ത്രിയുടെ പരാമർശത്തിലും പ്രതികരണവുമായി NSS ജനറൽ സെക്രട്ടറി. കാഞ്ഞിരപ്പള്ളിയിൽ ചിറ്റാർപ്പുഴയ്ക്ക് കുറുകെയുള്ള പാലത്തിന്റെ തൂണുകളിൽ നിറയെ കാടുകൾ. ചെറിയ ആൽമരവും കാടുകളും പൂർണ്ണമായി നീക്കം ചെയ്യാൻ നടപടിയില്ല. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.